നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത് അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ ഭരണതലങ്ങളിലുമൊക്കെ തന്നെ വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. പ്രവാസികൾക്കിടയിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനുമുള്ള റോഡ് ഷോയുടെ ഭാഗമായി ആസൂത്രണം ചെയ്തതായിരുന്നു ഈ ഗൾഫ് യാത്ര. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴിയുള്ള നടപടിക്രമങ്ങളിലെ കാലതാമസമായിട്ടാണ് വിഷയം ഉപരിതലത്തിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നതെങ്കിലും ഈ നിഷേധം അത് സംസ്ഥാന ഭരണകൂടത്തിൻ്റെ മുൻകാല വിദേശ ഇടപെടലുകളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒന്ന് തന്നെയാണ്. പ്രസ്തുത യാത്രാനുമതി നിഷേധം അത് കഴിഞ്ഞ അനേകം വർഷങ്ങളായി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥ സംഘവും നടത്തിയിട്ടുള്ള വിദേശ സന്ദർശനങ്ങളുടെ ചെലവുകളും നേട്ടങ്ങളും സംബന്ധിച്ച സമഗ്രമായ ഒരു പുനഃപരിശോധന ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നു. നെതർലൻഡ്സ്, ജപ്പാൻ, UK, UAE, സ്വിറ്റ്സർലൻഡ്, നോർവേ തുടങ്ങി വിവിധ രാജ്യങ്ങളിലേക്ക് നടത്തിയ സന്ദർശനങ്ങളുടെ പൊതുലക്ഷ്യം സംസ്ഥാനത്തേക്ക് നിക്ഷേപം ആകർഷിക്കുക എന്നതായിരുന്നു. എന്നാൽ ഈ യാത്രകൾക്ക് വേണ്ടി ചിലവഴിച്ച കോടിക്കണക്കിന് രൂപയുടെ പൊതുഖജനാവിലെ വിനിയോഗത്തിന് ആനുപാതികമായി യഥാർത്ഥ വിദേശ നിക്ഷേപമോ സുപ്രധാനമായ പദ്ധതികളോ വർദ്ധിച്ച തൊഴിലവസരങ്ങളോ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുതകൾ വ്യക്തമാക്കുന്നത്. ഭരണപരമായിട്ടുള്ള ടൂറിസത്തിൻ്റെ പരിധിയിൽ ഈ യാത്രകളെ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്ന വിലയിരുത്തൽ ഇപ്പോൾ വളരെ പ്രധാനമാണ്. വിദേശ യാത്രകൾക്ക് ശേഷം മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരും നൽകിയ പ്രമുഖ പ്രഖ്യാപനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വിശദമായിട്ടുള്ള വിലയിരുത്തലിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്ത് നിരന്തരമായിട്ടുള്ള പ്രളയ ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി നെതർലൻഡ്സിലെ വിജയകരമായ റൂം ഫോർ റിവർ, നദിക്ക് ഇടം എന്ന മാതൃക കേരളത്തിൽ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ ആ പ്രഖ്യാപനം ഉണ്ടായി വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ വിപുലമായിട്ടുള്ള പദ്ധതിയുടെ നടത്തിപ്പിനായിട്ടുള്ള പ്രാഥമിക സമിതി പോലും രൂപീകരിക്കുകയോ അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നദിയുടെ തീരങ്ങളിൽ നടത്തേണ്ട പ്രധാനപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികളെക്കുറിച്ച് ധാരണയിലെത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പദ്ധതിക്ക് വേണ്ടി എങ്ങനെ തുക സ്വരൂപിക്കുമെന്ന കാര്യത്തിലും വ്യക്തമായ രൂപരേഖ ഇന്നും അപ്രസക്തമായി തന്നെ തുടരുകയാണ്. ഇനി ജപ്പാൻ സന്ദർശനമാണ് അടുത്തത്. ജപ്പാൻ സന്ദർശനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് 200 കോടി രൂപയുടെ നിക്ഷേപ ഉറപ്പിനെക്കുറിച്ചുള്ള വാദങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ തോഷിബയുമായി ചേർന്ന് ലിഥിയം ടൈറ്റാനിയം ഓക്സൈഡ് LTO ബാറ്ററി നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുമെന്നും സാങ്കേതിക കൈമാറ്റം നടത്തുമെന്നുമൊക്കെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു. സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമായിരുന്ന ഈ പദ്ധതികളെക്കുറിച്ച് ആദ്യഘട്ട ആവേശകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്ക് ശേഷം ഒരക്ഷരം പോലും പിന്നീട് ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ നിർണായക പദ്ധതികൾ എന്തുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് സർക്കാർ ഇതിന് മറുപടി തീർച്ചയായിട്ടും നൽകേണ്ടതായിട്ടുണ്ട്. ഈ നിക്ഷേപങ്ങൾക്കപ്പുറമായിട്ട് പ്രവാസി ക്ഷേമം, തൊഴിൽ, കുടിയേറ്റം, വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക മേഖലകളിലും പ്രഖ്യാപനങ്ങളുണ്ടായി. UK സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കും സോഷ്യൽ വർക്കർമാർക്കും വിദേശ തൊഴിൽ കുടിയേറ്റം സാധ്യമാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പിട്ടതായിട്ടും ഹിന്ദുജ ഗ്രൂപ്പുമായിട്ട് ചർച്ചകൾ നടത്തി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ ഈ ധാരണാപത്രങ്ങൾ വഴി യഥാർത്ഥത്തിൽ എത്ര പേർക്ക് വിദേശത്ത് തൊഴിൽ ലഭിച്ചു? ഇതിൻ്റെ കണക്കുകളും വ്യക്തമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രചരണ തന്ത്രങ്ങൾ മാത്രമായിരുന്നുവെന്നും പ്രായോഗികമായിട്ടുള്ള തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും വിമർശനമുണ്ട്. ഇനി സ്വിറ്റ്സർലൻഡ് അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണത്തിന് ധാരണയിലെത്തിയെന്ന വാദവും ഉണ്ട്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിനിമയ പരിപാടികൾക്ക് രൂപം നൽകുമെന്ന പ്രഖ്യാപനവും കടലാസിൽ ഒതുങ്ങുകയായിരുന്നു എന്ന വിലയിരുത്തലുണ്ട്. വിദേശ സന്ദർശനങ്ങൾ കൊണ്ട് സംസ്ഥാനത്തിന് കാര്യമായ ഫലം ഉണ്ടായില്ല എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി, കുടുംബാംഗങ്ങൾ, മറ്റ് പരിവാരങ്ങൾ എന്നിവർക്കായിട്ട് നടത്തിയ ആ യാത്രകളുടെ ഖജനാവിലെ ചെലവുകൾ സംബന്ധിച്ച് പൊതുജനത്തിന് കൃത്യമായ മറുപടി ലഭിക്കേണ്ടതായിട്ടുണ്ട്. വിദേശ നിക്ഷേപം, പുതിയ കരാറുകൾ, വിദേശ നാണ്യ വരുമാനം എന്നിങ്ങനെ യാത്രയുടെ നേട്ടങ്ങളെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കാൻ സർക്കാർ തയ്യാറാണ്. പട്ടി ചന്തയ്ക്ക് പോയി എന്ന് പറയുന്നത് പോലെ വെറും നാട് കാണലിന് വേണ്ടി മാത്രം പൊതുപ്പണം ചെലവഴിച്ചുവെന്ന ആരോപണം ശക്തമാകുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഉത്തരവാദിത്വവും സുതാര്യതയും ഭരണകൂടം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴിതാ പുതിയ യാത്രയ്ക്കുള്ള അനുമതി നിഷേധിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയെങ്കിലും ഭരണപരമായിട്ടുള്ള വിദേശ യാത്രകൾ നടത്തുമ്പോൾ അവയുടെ ലക്ഷ്യവും അതിൻ്റെ ചെലവും നേട്ടങ്ങളും സംബന്ധിച്ച് കൃത്യമായ മുൻകൂർ പഠനവും കൃത്യമായ തുടർ ഓഡിറ്റിങ്ങും ഉറപ്പാക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് ഏറെ അനിവാര്യമാണ്.